ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ ദേവശയനി ഏകാദശിയാണ്. അതായത് വളരെയധികം പവിത്രമായിട്ടുള്ള, വളരെയധികം അത്ഭുതകരമായിട്ടുള്ള ഫലങ്ങൾ തരുന്ന 4 മാസത്തിൻ്റെ തുടക്കമാണ് ഇനി അങ്ങോട്ട് വരുന്നത്. നാളെ മുതൽ ചാതുർമാസ്യം എന്ന് അറിയപ്പെടുന്ന മാസം ആരംഭിക്കുകയാണ്. അതായത് ഭഗവാൻ മഹാവിഷ്ണു യോഗനിദ്രയിലോട്ട് പോകുന്ന ഏകാദശിയാണ് ഈ ഒരു ദേവശയനി ഏകാദശി എന്ന് പറയുന്നത്. ഈ ഒരു ഏകാദശി ദേവശയനി ഏകാദശി എന്നും ഹരിശയനി ഏകാദശി എന്നും അറിയപ്പെടുന്നു. ഹരിശയനി എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഹരി ശയിക്കുന്ന ഏകാദശി. ഈ ഒരു വ്രതം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഐശ്വര്യം, മനഃശാന്തി, ഈശ്വര അനുഗ്രഹം എന്നിവ ലഭിക്കും എന്നുള്ളതാണ് വിശ്വാസം. അതുമാത്രവുമല്ല, ഇനി അങ്ങോട്ട് വരുന്ന ഈ ഒരു 4 മാസക്കാലം, അതായത് 2026 ജൂലൈ 25 മുതൽ 2026 നവംബർ 20 വരുന്ന ഏകാദശി വരെ ഭഗവാൻ മഹാവിഷ്ണു യോഗനിദ്രയിലാണ്. ഈ ഒരു സമയമെന്ന് പറയുന്നത് വളരെ വളരെ ഓസ്പിഷ്യസ് ആണ്. നമുക്കറിയാം, 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഗണേശ ചതുർത്ഥി, രക്ഷാബന്ധൻ, നവരാത്രി, ദീപാവലി, ജന്മാഷ്ടമി, അതുപോലെയുള്ള ഒരുപാട് അനുഷ്ഠാനങ്ങൾ, 16 ദിവസം നീണ്ടു നിൽക്കുന്ന മഹാലക്ഷ്മി വ്രതം, ഇതൊക്കെ ഈ ഒരു 4 മാസ കാലയളവിലാണ് വരുന്നത്. നമ്മൾ എന്തൊരു പ്രാർത്ഥന ചെയ്താലും, എന്തൊക്കെ വഴിപാടുകൾ കഴിപ്പിച്ചാലും, ചൊല്ലുന്നൊരു ചെറിയ മന്ത്രത്തിന് വരെ 100 ഇരട്ടി ഫലം കൂടുതൽ ലഭിക്കുന്ന ദിവസങ്ങളാണ് ഇനി മുന്നോട്ട് വരുന്നത്. അതായത് ഈ ഒരു ഏകാദശി മുതൽ ചാതുർമാസ്യ കാലം തുടങ്ങുകയും തുടർന്ന് വരുന്ന 4 മാസം ദേവന്മാരുടെ മംഗളകർമ്മങ്ങൾ കുറയുകയും കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ പ്രബോധിനി ഉത്ഥാന ഏകാദശി ദിവസം ഭഗവാൻ മഹാവിഷ്ണു ആ യോഗനിദ്ര വിട്ട് ഉണരുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു യോഗനിദ്രയിലോട്ട് പോകുന്ന ഈ സമയം പ്രപഞ്ചത്തിൻ്റെ പരിപാലനം ഏറ്റെടുക്കുന്നത് സാക്ഷാൽ മഹാദേവനാണ്. സോ നമ്മൾ ഏകാദശി ദിവസമായ നാളെ ചെയ്യേണ്ടുന്ന കാര്യം, പ്രത്യേകിച്ച് നാളെ ശനിയാഴ്ചയോടുകൂടി വരുന്ന ഏകാദശിയാണ്. അപ്പോൾ നാളെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ പറയാം. അതിനോടൊപ്പം തന്നെ ഈ ഒരു 4 മാസ കാലയളവിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ചില അനുഷ്ഠാനങ്ങളെക്കുറിച്ചുള്ള വീഡിയോസ് ഇതിന് പുറകെ വരുന്നതായിരിക്കും. അതിനു മുൻപ് ഇന്ന് കർക്കിടക മാസത്തിലെ 2ാമത്തെ വെള്ളിയാണ്. ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടുന്ന പ്രാർത്ഥനകളെക്കുറിച്ച്, പൂജകളെക്കുറിച്ചൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ പോയി കണ്ട് നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പം ഏകാദശി വ്രതം എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഏകാദശി ഓൾറെഡി ഇന്ന് വെള്ളിയാഴ്ച രാവിലെ 9 കൂടി ആരംഭിച്ചെങ്കിൽ പോലും നമ്മൾ ദ്വാദശിയോടുകൂടി ചേർന്ന് വരുന്ന ആ ഒരു ഏകാദശിയാണ് എടുക്കുന്നതെന്നുകൊണ്ട് നാളെയാണ് ഏകാദശി വരുന്നത്. അപ്പം ഏകാദശി ദിവസം നാളെയാണ് നമ്മൾ വ്രതമായിട്ട് എടുക്കേണ്ടത്. ഈ വ്രതം എടുക്കുന്നവരൊക്കെ ഇന്ന് ദശമി തിഥിയുടെ അന്ന് നമ്മൾ തുളസിയില പറിച്ചു വെക്കണം. അതേപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ദിവസം അരിയാഹാരം ഒരു നേരം മാത്രമേ കഴിക്കാവുള്ളൂ. നോൺ വെജ് അറിയാതെ പോലും കഴിക്കരുത്. നാളെ ശനിയാഴ്ച സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി നമ്മുടെ വീട്ടിലുള്ള ഭഗവാന്റെ ഫോട്ടോ, വിഗ്രഹം, ഇതിനൊക്കെ പൂക്കൾ, തുളസിയിലകൾ സമർപ്പിക്കണം. തുളസി ദേവിക്ക് ജലം സമർപ്പിച്ച് 3 തവണ പ്രദക്ഷിണം ചെയ്യണം. ഇനി പ്രദക്ഷിണം ചെയ്യാനുള്ള സ്ഥലമില്ലെങ്കിൽ മനസ്സിലെങ്കിലും നമ്മൾ പ്രദക്ഷിണം ചെയ്യണം. അതിനുശേഷം തുളസി ദേവിക്ക് ജലം സമർപ്പിക്കുമ്പോൾ എല്ലാ ഏകാദശിയിലും പറയുന്നതാണ് 1 സ്പൂൺ പാലും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വേണം നമ്മൾ ജലം സമർപ്പിക്കാൻ. അതിനുശേഷം തുളസി ചുവട്ടിലിരുന്ന് പ്രസീത തുളസീ ദേവി, പ്രസീത ഹരിവല്ലഭേ, ക്ഷീരോത്മദനോദ്ഭൂതേ, തുളസീത്വം നമാമ്യഹം എന്നുള്ള മന്ത്രം 1 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ജപിക്കണം. അതേപോലെ നാളെ മാവിളക്ക് ഭഗവാൻ ഉണ്ടാക്കി സമർപ്പിക്കുന്നത്. മാവിളക്ക് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് 2ഓ 7ഓ മാവിളക്ക്, അത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് 2 അല്ലെങ്കിൽ 7 മാവിളക്ക് ഉണ്ടാക്കി ഭഗവാന് മുൻപിൽ വെച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആ ഒരു കാര്യമാണ്. എങ്ങനെയാണ് നമ്മൾ ഭഗവാന് മാവിളക്കുണ്ടാക്കി പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ള ഒരു കാര്യം. അതായത് നമുക്ക് തുടർച്ചയായ 7 ശനിയാഴ്ചകളിൽ ഭഗവാന് മുൻപിൽ മാവിളക്കുണ്ടാക്കി സമർപ്പിക്കുക. അപ്പം നാളെ എന്ന് പറയുന്നത് അത്യുത്തമമായിട്ടുള്ളൊരു ദിവസമായതുകൊണ്ട് നാളെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ നാളെ ചെയ്തോളൂ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ വെളുത്ത പക്ഷത്തിൽ തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്.
കാരണം വെളുത്ത പക്ഷത്തിൽ തുടങ്ങുക എന്നുള്ളതേ ഉള്ളൂ, കറുത്ത പക്ഷത്തിൽ അത് തീരുന്നു എന്ന് ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. അപ്പം നാളെ ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു ദിവസമാണ്. ഭഗവാൻ യോഗ നിദ്രയിലോട്ട് പോകുന്ന ആ സമയം നമ്മൾ നമ്മുടെ ഒരു പ്രാർത്ഥന ഭഗവാനെ അങ്ങ് ഏൽപ്പിക്കുകയാണ്. ഭഗവാനെ, നീ ഈ പ്രാർത്ഥന കേട്ട് എനിക്ക് സാധിച്ചു തരണം എന്നുള്ളത്. അപ്പം നാളത്തെ ദിവസം ഇപ്പം ഏകാദശി വ്രതം നിങ്ങൾക്ക് അനുഷ്ഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും വ്രതം നാളെ മസ്റ്റാണ്. അതായത് സൂര്യോദയത്തിന് മുൻപുണരണം, കുളിക്കണം. നാളത്തെ ദിവസം നിങ്ങൾ നോൺ വെജ് കഴിക്കരുത്. അരി ആഹാരം ഒരു നേരം കഴിച്ച് ബാക്കി 2 നേരം മറ്റെന്തെങ്കിലും ഭക്ഷണം കഴിക്കാം. അങ്ങനെ ഇല്ലെങ്കിലും അരിയാഹാരം 3 നേരം കഴിക്കുന്നത് കൊണ്ടും തെറ്റൊന്നുമില്ല. പക്ഷേ നോൺ വെജ് അവോയ്ഡ് ചെയ്യണം. നാളെ രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് ഭഗവാന് മുൻപിൽ മാവിളക്ക് കൊളുത്താം. പക്ഷേ ശനിയാഴ്ചകളിൽ ബ്രഹ്മമുഹൂർത്തമായ 3:30 മുതൽ രാവിലെ 6:30 ഭഗവാന് മുൻപിൽ നമ്മൾ കൊളുത്തുന്ന ആ ഒരു മാവിളക്കിന് വളരെയധികം പ്രത്യേകതയുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഫലവും ലഭിക്കും. അപ്പോൾ നാളത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വേണോ വൈകിട്ട് വേണോ മാവിളക്ക് കൊളുത്താനുള്ളതെന്ന് അവനവൻ തന്നെ തീരുമാനിക്കണം. ആദ്യത്തെ ദിവസം എപ്പോൾ കൊളുത്തുന്നോ അത് തന്നെ നമ്മൾ തുടർച്ചയായിട്ട് വരുന്ന 7 ആഴ്ചകളിലും കൊളുത്തണം. ഇപ്പം നാളെ നിങ്ങൾ രാവിലെ കൊളുത്തിയെങ്കിൽ ബാക്കിയുള്ള 6 ആഴ്ചയും രാവിലെ, അല്ലെങ്കിൽ വൈകിട്ടാണെങ്കിൽ വൈകിട്ട്. പിന്നെ പീരിയഡ്സ് വരുമ്പോൾ ഒരാഴ്ച സ്കിപ്പാകും. അത് പ്രശ്നമുള്ള കാര്യമല്ല. അതല്ലാതെ വാലായ്മ പോലുള്ള കാര്യങ്ങൾ വന്നോ മറ്റെന്തെങ്കിലും കാരണങ്ങളും മുടങ്ങിയാൽ വീണ്ടും നമ്മളിത് ഒന്നേന്ന് തുടങ്ങേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ വീട്ടിലുള്ള കൃഷ്ണ ഭഗവാന്റെ മുൻപിലോ വെങ്കടേശ്വര ഭഗവാന്റെ മുൻപിലോ നമുക്ക് മാവിളക്ക് കൊളുത്താം. വെങ്കടേശ്വരൻ്റെ ഫോട്ടോയാണ് ഏറ്റവും നല്ലത്. വെങ്കടേശ്വരൻ്റെ ഫോട്ടോ വെക്കുമ്പം ലക്ഷ്മി ദേവിയോടൊപ്പമുള്ള ഫോട്ടോ ഉണ്ടെങ്കിൽ അത് വെക്കണം. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ വെങ്കടേശ്വര ഭഗവാനോടൊപ്പം ലക്ഷ്മി ദേവിയെയും കൂടെ ഇരുത്തണം. ഞാൻ എന്തായി കാണിച്ചിരിക്കുന്നതാണല്ലോ ഇതുപോലെ. ശേഷം നമുക്കിഷ്ടമുള്ള പൂക്കൾ കൊണ്ട് അലങ്കരിക്കാം. കാരണം ഭഗവാൻ അലങ്കാരപ്രിയനാണ്, ദേവി അലങ്കാരപ്രിയയാണ്. അപ്പം നമ്മുടെ കയ്യിൽ എത്രമാത്രം മാലകളും വളകളും അതേപോലെ പൂക്കളും ഒക്കെ ഉണ്ടോ അതൊക്കെ ചാർത്തുക. താമരപ്പൂവ്, റോസപ്പൂവ്, മുല്ലപ്പൂമാല, തുളസിയില മാല, ഇതൊക്കെ മസ്റ്റാണ്. തുളസിയില പ്രത്യേകിച്ച് കഴിവതും നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. ഭഗവാന് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച്. ഇനി നമുക്കിഷ്ടമുള്ളത്ര വിളക്കുകൾ ഭഗവാന് മുൻപിൽ നമുക്ക് കൊളുത്താം. മാവിളക്ക് 7 എണ്ണം സെപ്പറേറ്റ് ആണ്, അത് നോക്കണ്ട. അതല്ലാതെ എത്ര വിളക്കുകൾ നമുക്ക് കൊളുത്താൻ പറ്റുമോ അത്രയും കൊളുത്താം. ഇനി മാവിളക്കിൻ്റെ എണ്ണം. മാവിളക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് 2 മാവിളക്കുകൾ തുടർച്ചയായ 7 ആഴ്ചയിലും കൊളുത്താം. അങ്ങനെ അല്ലെങ്കിൽ 7 മാവിളക്കുകൾ തുടർച്ചയായ 7 ശനിയാഴ്ചയും കൊളുത്തുക എന്നുള്ളതാണ്. അത് നമ്മുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ആദ്യത്തെ ശനിയാഴ്ച 2 മാവിളക്ക് കൊളുത്തിയെങ്കിൽ തുടർന്ന് വരുന്ന 6 ശനിയാഴ്ചകളിലും 2 മാവിളക്ക് തന്നെ കൊളുത്തണം. അങ്ങനെയല്ല 7 മാവിളക്കാണെങ്കിൽ 7 മാവിളക്ക്. അത് നമ്മുടെ ഇഷ്ടം, നമ്മുടെ സമയം, അതിനൊക്കെ അനുസരിച്ച് ഞാൻ 7 മാവിളക്ക് ഒരു പ്രാവശ്യം കൊളുത്തുമെങ്കിൽ പിന്നെ ഒരു ശനിയാഴ്ച വിട്ടിട്ട് അടുത്ത ശനിയാഴ്ച വരുമ്പോഴത്തേക്കും, അതായത് അടുത്ത സങ്കല്പം, ആദ്യത്തെ സങ്കല്പത്തിൽ 7 മാവിളക്കാണെങ്കിൽ അടുത്ത സങ്കല്പം വെക്കുമ്പോൾ 2 മാവിളക്കുകൾ കൊളുത്തും. അത് നമ്മുടെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമ്മൾ മാവിളക്ക് ഉണ്ടാക്കി വെക്കണം. മാവിളക്ക് ഉണ്ടാക്കേണ്ടുന്ന രീതി എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ഓൾറെഡി അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ അരിപ്പൊടി എടുക്കുക, അതിലോട്ട് 1 സ്പൂൺ നെയ്യ്, 1 സ്പൂൺ ശർക്കര, അതേപോലെ 1 പഴം, ചെറുപഴം 1 ചെറുപഴം കിട്ടാത്തവർക്ക് വലിയ പഴം എടുക്കാം, ഏത്തപ്പഴമല്ല, അല്ലാത്ത പഴം. അത് വിട്ട് ഒരല്പം പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്നത്, കോഴിക്കട്ട ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് കുഴയ്ക്കില്ല, ആ ഒരു കൺസിസ്റ്റൻസി. അതിൽ കൂടരുത്, എങ്കിൽ മാത്രമേ നമുക്ക് ഉരുട്ടിയെടുക്കുമ്പോൾ പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ. എന്നിട്ട് നമുക്കിഷ്ടമുള്ള എണ്ണ 2 ആണെങ്കിൽ ഈക്വൽ പാർട്സായിട്ട് വേർതിരിക്കാം. 7 ആണെന്നുണ്ടെങ്കിൽ 7 മാവിളക്കുകളായിട്ട് എടുക്കണം. ശേഷം അതിൻ്റെ സെൻറ്ററിൽ ഒരു കുഴിയാക്കണം. മഞ്ഞൾ കുങ്കുമം പൊട്ട് വെക്കണം. നെയ്യ് ഒഴിക്കുന്നു, പഞ്ഞിത്തിരി കിട്ടുന്നു. നെയ്യാണ് ഏറ്റവും നല്ലത്, അതുകൊണ്ട് നെയ്യ് തന്നെ ഒഴിക്കാൻ നോക്കണം. ഇനി നെയ്യ് കിട്ടാനില്ലാത്തവർക്ക് നിങ്ങൾക്ക് നല്ലെണ്ണ ഒഴിക്കാം. ഇനി നമ്മളൊരു സങ്കല്പം ചെയ്യണം. ആ സങ്കല്പം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്ന വസ്തുക്കളാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് വെക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ആദ്യം തന്നെ ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കണം. കാരണം തടസ്സങ്ങളില്ലാതെ 7 ആഴ്ചയും നമുക്കിത് കംപ്ലീറ്റ് ചെയ്യണ്ടേ. ഭഗവാന്റെ ഓം ഗം ഗണപതിയെ മന്ത്രം ചൊല്ലി ഒരു പൂ സമർപ്പിച്ച് തടസ്സങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ശേഷം നമ്മുടെ കുലദേവതയോടും പ്രാർത്ഥിക്കണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു മുടുപ്പ് കെട്ടണം. അതായത് നമുക്ക് നല്ല യെല്ലോ കളറിലെ ഒരു തുണി എടുക്കാം. ഞാനിവിടെ പട്ടുതുണിയാണ് എടുത്തിരിക്കുക. നിങ്ങൾക്ക് പട്ടുതുണി ഉണ്ടെങ്കിൽ പട്ടുതുണി എടുക്കാം, കോട്ടൺ ഉണ്ടെങ്കിൽ കോട്ടനോ പോളിസ്റ്ററോ എന്തുമാവാം. വെള്ള തുണിയാണുള്ളതെങ്കിൽ അത് നമ്മൾ മഞ്ഞൾ വെള്ളത്തിൽ മുക്കി ഉണക്കിയെടുത്താൽ മതിയാവും. അതിലോട്ട് ആദ്യം തന്നെ നമ്മൾ ഒരല്പം മഞ്ഞളും കുങ്കുമവും ഇടണം. പിന്നെ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന വസ്തുക്കൾ, അതായത് 7 വസ്തുക്കൾ ഒന്നെങ്കിൽ ഇടാം, അല്ലെങ്കിൽ 3 വസ്തുക്കൾ ഇടാം.
അപ്പോൾ മഞ്ഞൾ കുങ്കുമം നമ്മൾ ഒന്നായിട്ടാണ് കൂട്ടുന്നത്. പിന്നെ നമ്മൾ ഇടുന്നത്, ഞാനിവിടെ എടുത്തിരിക്കുന്ന 7 ഡേറ്റ്സ് ആണ്. ഉണക്ക ഈന്തപ്പഴം ഞങ്ങൾക്കിതിവിടെ പൂജ സ്റ്റോറിൽ മേടിക്കാൻ കിട്ടും. ഇത് കിട്ടുമെങ്കിൽ വാങ്ങിച്ചോളൂ, ഓൺലൈനായിട്ടും അവൈലബിൾ ആണ്. ഒരു പച്ചക്കർപ്പൂരം, 7 ഏലയ്ക്ക, ഒരു തുളസി ഇല, അക്ഷതം, പൊട്ടാത്ത പച്ചരിയിൽ നെയ്യും മഞ്ഞളും കൂടി കൂട്ടിക്കുഴച്ചത്, പിന്നെ നാണയം, പൈസ, അതായത് 11 രൂപ വെക്കാം, 21 രൂപ വെക്കാം, 1001 വെക്കാം, 501 വെക്കാം, 1 രൂപയായിട്ട് വേണമെങ്കിലും വെക്കാം. ഇത് 3 ആയിട്ടാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ മഞ്ഞൾ, കുങ്കുമം, തുളസി ഇല, പൈസ അങ്ങനെ വെച്ചാൽ മതി. ഡേറ്റ്സിന് പകരം നമുക്ക് ജവ്വാദ് പൊടി ചേർക്കാം, ഗ്രാമ്പൂ ചേർക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇപ്പം 3 വസ്തുക്കൾ മാത്രമാണ് വെക്കാൻ താല്പര്യമെങ്കിൽ മഞ്ഞൾ, കുങ്കുമം ആദ്യം ഇട്ടതിന് ശേഷം തുളസി ഇല അതിന് മുകളിൽ വെക്കുന്നു, നാണയം, പൈസ നമ്മൾ വെക്കുന്നു, ശേഷം അതൊരു മുടുപ്പായിട്ട് നമ്മൾ കെട്ടുന്നു. ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ കെട്ടി നമ്മൾ ഭഗവാന്റെ ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹം എന്താണോ പൂജിക്കാൻ എടുത്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ അടുത്തായിട്ട് വെക്കുക. വൈഷ്ണവ തിലകം നമ്മൾ മുടുപ്പ് കെട്ടിയിട്ട് അതിന് മുൻപിലായിട്ട് ചാർത്തണം. ഇതുപോലെ ഒരു ചെറിയ പ്ലേറ്റിൽ വെച്ച് വെക്കാം, അങ്ങനെ അല്ലെങ്കിൽ വെറുതെ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് എടുത്ത് വെച്ചാലും മതിയാവും. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ആഗ്രഹം, അതായത് ഈ മുടുപ്പിൽ നമ്മൾ മഞ്ഞൾ കുങ്കുമം ഇടുന്ന സമയം മുതൽ ഇത് കെട്ടി ഭഗവാന് മുൻപിൽ സമർപ്പിക്കുന്ന സമയം വരെ സാധിച്ചു കിട്ടേണ്ടുന്ന ആഗ്രഹം നമ്മൾക്ക് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കാവുന്നതാണ്. അതിനുശേഷം ഭഗവാന് മുൻപിലായിട്ട് നമ്മൾ ഇതുപോലെ മാവിളക്ക് 7 അല്ലെങ്കിൽ 2 എണ്ണം ഉണ്ടാക്കി ഭഗവാന് മുൻപിൽ വെച്ച് ദീപം കൊളുത്തണം. ഞാനിവിടെ വെറ്റിലയുടെ പുറത്താണ് 7 മാവിളക്കം വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കതിന് പകരമായിട്ട് വാഴയില കിട്ടുമെങ്കിൽ വാഴയിലയ്ക്ക് മുകളിൽ വെക്കാം. ഇതിൽ മഞ്ഞൾ കുങ്കുമം പൊട്ട് വെക്കുകയോ വൈഷ്ണവ നാമം വെക്കുകയോ ചെയ്യാം. അങ്ങനെ നമ്മൾ 7 അല്ലെങ്കിൽ 2 മാവിളക്ക് ദീപവും ഭഗവാന് മുൻപിൽ കൊളുത്തി. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഭഗവാന്റെ അഷ്ടോത്തരമുണ്ട്, വെങ്കടേശ്വര അഷ്ടോത്തരം, ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും. അത് ചൊല്ലി തുളസി ഇലകൾ കൊണ്ട് അർച്ചന ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ അക്ഷതം തയ്യാറാക്കി വെച്ച് അക്ഷതം കൊണ്ട്, അതുമല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പൂക്കൾ കിട്ടുമെങ്കിൽ പൂക്കൾ കൊണ്ടാണെങ്കിലും ഭഗവാന് മുൻപിൽ അർച്ചന ചെയ്യുക. അതിനോടൊപ്പം ഇനി ഇത് ഗൂഗിളിൽ നോക്കി നിങ്ങൾക്കിത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓം നമോ വെങ്കടേശായ നമ എന്നുള്ള മന്ത്രം ചൊല്ലിയും ഭഗവാന് അർച്ചന ചെയ്യാം. അഷ്ടോത്തരമാണ് ഏറ്റവും നല്ലത്. അത് ചൊല്ലി ദീപധൂപ ആരതി എടുക്കണം. ദീപധൂപ ആരതി എടുക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ദീപധൂപ ആരതി എടുത്തതിന് ശേഷം ഭഗവാന് നിവേദ്യം, നമുക്ക് 7 നിവേദ്യം സമർപ്പിക്കാം താല്പര്യമുള്ളവർക്ക്, നിർബന്ധമൊന്നുമില്ല. ആദ്യത്തെ ആഴ്ച ആയതുകൊണ്ട് നമ്മൾ തേങ്ങ പൊട്ടിച്ച് വെക്കണം, അത് മറക്കരുത്. അതിനോടൊപ്പം ലഡു, ഇവിടെ മറ്റൊന്ന്, ഇപ്പോൾ പഴം വെച്ചിട്ടുണ്ട്, പാൽ വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ വിട്ടേക്കൂ. ഒരു തേങ്ങായും അതേപോലെ തന്നെ ലഡുവാണ് വെക്കേണ്ടത്. ലഡു എന്ന് പറയുമ്പം കറുത്ത എള്ള് കൊണ്ടുണ്ടാക്കിയ ലഡു, അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. കറുത്ത ലഡു നമുക്ക് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എള്ള് മേടിക്കണം, എള്ള് വാങ്ങിച്ചിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ആ എള്ള് മുഴുവൻ പൊട്ടണം. പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം അത് ജസ്റ്റ് ഒന്ന് കൂളാവാൻ വിടണം. ഭയങ്കരമായിട്ടങ്ങ് തണുക്കരുത്, ചെറു ചൂട് വേണം. അതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇടുക. ശർക്കരപ്പൊടിയോ ശർക്കര ചീകിയതോ ഇടുക. നന്നായിട്ട് കറക്കുക. കറക്കി കഴിയുമ്പോൾ നല്ല ഭസ്മം പോലെ നമുക്ക് പൊടിഞ്ഞു കിട്ടും. പൊടിഞ്ഞ് കിട്ടിയതൊരു പാത്രത്തിലോട്ട് മാറ്റി അതിലോട്ട് നമ്മൾ നെയ്യ് ഒഴിക്കണം, ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിക്കണം. ചൂട് കാണും, ആ ചൂടോടുകൂടി തന്നെ ഞാൻ സാധാരണ ചെയ്യുന്നത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഉടനെ തന്നെ മിക്സിയുടെ ജാറിലോട്ടിട്ട് പൊടിക്കുക എന്നുള്ളതാണ്. ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സേഫ്റ്റിയാണ് പ്രധാനം. കാരണം നല്ല ചൂടോടുകൂടി നമ്മൾ മിക്സിയുടെ ജാറിലിടുക, അത് ചിലപ്പം അടപ്പൊക്കെ തുറന്നു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചും കണ്ടും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തോളൂ. കാരണം സാധാരണ പോലെയല്ല, ഇത് നമുക്ക് ഉരുട്ടിയെടുക്കണമെങ്കിൽ ഇച്ചിരി പാടാണ്. നല്ല ചൂടോട് കൂടിയിട്ടാണെങ്കിൽ നമുക്ക് നല്ലവണ്ണം ഉരുട്ടി നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ആ ചൂടോടുകൂടി തന്നെ 7 ലഡുവും നമ്മൾ ഉരുട്ടിയെടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പിടിച്ചാൽ കിട്ടുകയില്ല, പൊട്ടിപ്പോകും ലഡു. ഇത് കടയിൽ നിന്ന് നമുക്ക് എള്ളുണ്ടാന്ന് പറഞ്ഞ് മേടിക്കാൻ കിട്ടും. അത് വെക്കുന്നതിലും ശ്രേഷ്ഠമാണ് നമ്മൾ തന്നെ തയ്യാറാക്കുന്നത്. അത് ഭഗവാന് വളരെയധികം പ്രിയമാണ്. അതുമാത്രവുമല്ല, എള്ളുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കുഴച്ചെടുത്ത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് വീണ്ടും നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് ഭഗവാനോട് മനസ്സിൽ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കാം. എല്ലാ ആഴ്ചയിലും 7 ആഴ്ചയിലും ഇത് മതി. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് 7 പ്രസാദം വെക്കാൻ പറ്റുമെങ്കിൽ 7 എണ്ണം വെക്കാം. അങ്ങനെ അല്ലെങ്കിൽ ഞാനിവിടെ വെച്ചിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് പഴവും പാല് കാച്ചിയതും ലഡുവും തേങ്ങ ആദ്യത്തെ ആഴ്ച മാത്രം മതി. എല്ലാ ആഴ്ചയിലും തേങ്ങ വെച്ചാലും പ്രശ്നമൊന്നുമില്ല. ഈ തേങ്ങ പിന്നെ നമുക്ക് തന്നെ ഉപയോഗിക്കാം. നോൺ വെജ് കറികൾക്കൊന്നും വെക്കാനായിട്ട് എടുക്കരുത്.
ലഡു ആണെങ്കിലും നമ്മൾ വീട്ടിലുള്ളവർ തന്നെ കഴിക്കണം. നിവേദ്യം സമർപ്പിച്ച് കർപ്പൂര ആരതിയും കൂടി എടുത്ത് ഭഗവാനെ കുമ്പിട്ട് നമ്മുടെ ആഗ്രഹം ഭഗവാനോട് പ്രാർത്ഥിക്കണം. അതിനുശേഷം ഈ വസ്തുക്കളൊക്കെ നമ്മൾ മാറ്റി കഴിയുമ്പോൾ നമ്മൾ ആ മുടുപ്പ് കെട്ടി വെച്ചിട്ടുണ്ടല്ലോ, ആ മുടുപ്പ് നമ്മൾ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് അടുത്ത് തന്നെ ഇരുന്നോട്ടെ. 7 ആഴ്ചയും നമ്മളത് ഫോട്ടോയിൽ അവിടെ തന്നെ വെച്ചിരിക്കണം, പൂജയിൽ ഉൾപ്പെടുത്തണം. എല്ലാ ദിവസവും വിളക്ക് കൊളുത്തുമ്പോൾ ദീപധൂപ ആരതിയും ആ ഒരു മുടുപ്പിന് കാണിക്കുന്നത് നല്ലതാണ്. 7ാമത്തെ ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ എന്താണോ പ്രാർത്ഥിച്ചിരിക്കുന്നത് ഭഗവാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിച്ചു തന്നിരിക്കും. ഇപ്പോൾ 2ാമത്തെ ആഴ്ചയോ 3ാമത്തെ ആഴ്ചയോ നിങ്ങളുടെ ആഗ്രഹം ഭഗവാൻ സാധിച്ചു തന്നാലും 7 ആഴ്ച നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം. അത് ശ്രദ്ധിക്കണം, ഇടയ്ക്ക് വെച്ച് നിർത്തരുത്. അങ്ങനെ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുക. ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും കേൾക്കുകയും അതിനുള്ള അനുഗ്രഹം നിങ്ങൾക്ക് തരികയും ചെയ്യും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, ഈ ഒരു തിരുപ്പതിയിലെ ഹുണ്ടിയിലിടുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് അതിനുള്ളിൽ നിന്നും ആ പൈസ, നമ്മൾ എത്ര രൂപയാണോ വെച്ചത് ആ പൈസ, അതിനോടൊപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ തുകയും കൂടെ വെച്ചിട്ട് തിരുപ്പതിയിലെ ഹുണ്ടിയിൽ അതേപോലെ അതിനുള്ളിൽ നിന്നും മറ്റ് വസ്തുക്കളൊക്കെ എടുത്ത് മാറ്റിയിട്ട് പൈസയും നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നതും കൂടെ വീണ്ടും ആ തുണിയിൽ കെട്ടി അത് തിരുപ്പതിയിൽ ഹുണ്ടിയിൽ കൊണ്ടുപോയി ഇടുക. ഇത് കയ്യിലുണ്ടെങ്കിൽ ഭഗവത് ദർശനം വളരെ പെട്ടെന്ന് സാധ്യമാകുമെന്നുള്ളതാണ് വിശ്വാസമല്ലാതെ സത്യവുമാണ്. ഇനി ചിലപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ തിരുപ്പതിയിൽ പോകാൻ സാധിച്ചൊന്നും വരില്ല. അങ്ങനെയുള്ളവർ നമ്മുടെ വീടിനടുത്തുള്ള കൃഷ്ണ വിഷ്ണു പെരുമാൾ സ്വാമി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കാം. സെയിം തന്നെ മുടുപ്പഴിക്കുക, അതിനുള്ളിൽ മറ്റു വസ്തുക്കളൊക്കെ ആരും ചവിട്ടാട്ടെടുത്ത് കൊണ്ടുപോയി കളഞ്ഞേക്കുക. അതിൽ നിന്നും ആ നാണയം എടുത്ത് അമ്പലത്തിലെ ഭണ്ഡാരപ്പെട്ടിയിൽ ഇട്ടാൽ മതിയാവും. ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് ഭഗവാൻ നിങ്ങൾക്ക് സാധിച്ചു തരും. നാളെ ശനിയാഴ്ച ഏകാദശിയാണ്. ഏകാദശിയോട് കൂടി വന്നിരിക്കുന്ന ഈ ഒരു ദിവസം നിങ്ങളിത് ചെയ്താൽ ഫലം തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. പിന്നെ ഏകാദശിയുടെ ഏറ്റവും ഓസ്പിഷ്യസ് ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത് ഹരിവാസര സമയമാണ്. അത് നാളെ രാവിലെ 5 മണിക്ക് ആരംഭിച്ചിട്ട് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് അവസാനിക്കുന്നത്. അതേപോലെ ഏകാദശിയുടെ പാരണം നമ്മൾ വീഴേണ്ടത് ഞായറാഴ്ച രാവിലെ 6:15-നും 10:20-നും ഇടയ്ക്കുള്ള സമയത്താണ്. അത് വീട്ടിലോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലോ പോയി തുളസിയിലിട്ട് ജലം കുടിച്ച് നമുക്ക് പാരണം വീടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്യാൻ ശ്രമിക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഫലം ലഭിക്കുന്നതാണ്. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.